ഹാച്ച്ബാക്കിലും SUV-യിലും MPV-യിലും വരെ ഉപയോഗിച്ചിരുന്നത് ഒരേ എഞ്ചിനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഇന്ത്യയിലെ ഏകദേശം 5 ബ്രാൻഡുകളിലായിട്ട് 20-ൽ കൂടുതൽ കാറുകളിൽ ഉപയോഗിച്ചിരുന്ന ഫിയറ്റിന്റെ 1.3 ലിറ്റർ മൾട്ടിജെറ്റ് എഞ്ചിനാണത്. 2007 സ്വിഫ്റ്റിലാണ് ആദ്യമായിട്ട് ഇവൻ ഇന്ത്യയിൽ കാലുകുത്തുന്നത്. പിന്നീട് അങ്ങോട്ട് ഏകദേശം 20 വർഷത്തോളം ഈ എഞ്ചിൻ ഇന്ത്യൻ മാർക്കറ്റിലുണ്ടായിരുന്നു. മാരുതി സുസുക്കിക്ക് DD-IS ആയിട്ടും ടാറ്റയ്ക്ക് കോട്രാജെറ്റ് ആയിട്ടും ഷോർലയ്ക്ക് സ്മാർട്ടെക് ആയിട്ടുമായിരുന്നു വിവിധ പേരുകളിൽ വിവിധ ഭാവങ്ങളിൽ ഇവൻ ഇന്ത്യൻ മാർക്കറ്റിലുണ്ടായിരുന്നത്. നീണ്ട 20 വർഷത്തെ സേവനത്തിന് ശേഷം 2020-ൽ BS6ന്റെ വരവോട് കൂടിയിട്ട് പ്രൊഡക്ഷൻ നിർത്തേണ്ടി വന്നു. ഏകദേശം 70 bhp മുതൽ 90 bhp വരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ഒരു ഡീസൽ എഞ്ചിനായിരുന്നു ഇത്. റിലയബിലിറ്റിയുടെ കാര്യത്തിലായാലും ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യത്തിലായാലും മികച്ച ഒരു എഞ്ചിൻ തന്നെ ആയിരുന്നു അത്. മാരുതി സുസുക്കി ആയിരുന്നു ഇവനെ അത്രമേൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ 7 സീറ്റർ ആയിട്ടുള്ള ഏർട്ടിഗയിലും SUV ആയിട്ടുള്ള ബ്രസയിലും ഹാച്ച്ബാക്കുകളിലും ഒക്കെ ഈ സെയിം എഞ്ചിനായിരുന്നു. കാരണം അത്രയും റിലയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിനായിരുന്നു അത്.